ഹലോ ഫ്രണ്ട്സ്, ഓണം ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങളുടെയൊക്കെ ഓണപരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മളിന്ന് ഉത്രാട പാച്ചിലാണ്. നമ്മളിനി അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പൂക്കളാണ് കേട്ടോ അത്. പിള്ളേരൊക്കെ പരിപാടിയുടെ എക്സൈറ്റ്മെൻറ്റിലാണ്. അമ്മയാണ് ഇവന്മാർ ചെടി നശിപ്പിക്കുമോ എന്നുള്ള പേടിയിലാണ്. അങ്ങനത്തെ ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിലെത്തി. പതിയെ ഓരോന്നൊക്കെ അരിഞ്ഞ് തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ ഇഞ്ചിക്കറി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ അതെ ഞാനും അമ്മയും കൂടെ അരിയായിരുന്നു. അതിന് ശേഷം ബാക്കിയുള്ളത് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് ഒതുക്കുമായിരുന്നു. തലേന്ന് നമ്മളെല്ലാവരും ഉണ്ടാക്കി വയ്ക്കുന്ന മെയിനായിട്ടാണല്ലോ ഇഞ്ചിക്കറി, മാങ്ങാക്കറി, മോര് കൂട്ടാൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിയലോ സാമ്പാറോ പായസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിതേ ആദ്യം ഇഞ്ചിക്കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങി. ഇഞ്ചിക്കറി ഇതേ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയും വറ്റമുളകും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ട് തന്നെ നല്ല വഴറ്റി അത് നല്ല മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അപ്പച്ചിയാണ് ഇഞ്ചിക്കറിയുടെയൊക്കെ പ്രിപ്പറേഷൻ. അപ്പച്ചി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അടുത്തത് ഞങ്ങൾ നമ്മുടെ പൈനാപ്പിളും ഇതും ഏത്തപ്പഴവും കൂടെ ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിന് പുളിശ്ശേരി, അത് രണ്ടും കൂടി ഇട്ടിട്ടുള്ള പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് അത് ഇതിൻ്റെ കുക്കറിൽ വെച്ചു കേട്ടോ. രാവിലെയോ? അത് ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ വരും. 8 ആകുമ്പോ ഞാൻ പോകുന്നേ. അങ്ങനെ കുറേ അധികം പരിപാടികൾ ഒതുക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. കാരണം നമുക്ക് പൂവിടണം. അമ്മയ്ക്ക് പിറ്റേ ദിവസം ജോലിക്ക് കയറണം ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ പൂവൊക്കെ അരിഞ്ഞ് രാത്രി തന്നെ പൂക്കളം ഇടാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അനിയനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമോൾ ജി രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഒരു ഡിസൈൻ, സിമ്പിളായിട്ടുള്ള ഡിസൈൻ നോക്കിയിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കൂടെ നല്ല തത്രപ്പാടിലാണ്. എത്ര വരച്ചിട്ടും അങ്ങ് ശരിയാവുന്നില്ല. വരപ്പരിപാടിയിലൊന്നും ഞാൻ കൂടുന്നില്ല കേട്ടോ. കാരണം ഞാൻ നേരെ വരച്ച വരെ വലഞ്ഞു പോകുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും കൂടിയില്ല. അറ്റ്ലാസ്റ്റ് ഇതിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം ഒപ്പിച്ചു. ഇനി അതിലേക്ക് ഇതിൻ്റെ പൂക്കൾ നിറയ്ക്കുന്ന കർത്തവ്യത്തിലാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഫസ്റ്റ് സെൻറ്ററിൽ തന്നെ ശംഖുപുഷ്പം ഇടണമെന്നുള്ളത് അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. ഇന്നലെ മുതൽ അതെല്ലാം പറിച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിൽ ഇങ്ങനെ ശംഖുപുഷ്പം വെച്ചു. പിന്നെ അതിന് ചുറ്റും തന്നെ ഇങ്ങനെ റെഡ് റോസസ് വെച്ചു. എനിക്ക് ആക്ച്വലി ഈ റെഡിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് റെഡാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇങ്ങനെ ഇതള് പോലുള്ളതിനൊക്കെ ഞങ്ങൾ നല്ല വൈറ്റും അതുപോലെ യെല്ലോയും ഒക്കെ കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പൂവൊന്നും വാങ്ങാൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഭയങ്കര റേറ്റായിരുന്നു ഗൈസ് പൂക്കൾക്കെല്ലാം തന്നെ. അതുകൊണ്ട് നമ്മളൊരു 500 റുപ്പീസിനുള്ളിൽ കുറേ അധികം മിക്സ്ഡായിട്ട് പൂ വാങ്ങുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അതിൽ കിട്ടിയ കളേഴ്സൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു പൂക്കളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്കായി ഗൈസ്. ഞങ്ങൾ നല്ലോണമൊക്കെ അറേഞ്ച് ചെയ്തു. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ അത്തപ്പൂക്കളം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിറ്റേ ദിവസം ബാക്കിയുള്ള വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റില്ല. കാരണം സദ്യ ഉണ്ടാക്കിയത് കുറേ താമസിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞു കേട്ടോ. നാരങ്ങ മത്സരമാണ്. നമ്മുടെ കുഞ്ഞു പട്ടാളങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്. ബിച്ചായി അടിപൊളി.
ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തൊരു ചെറിയ പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഇവിടെയുള്ള കുട്ടികൾക്കെല്ലാം വേണ്ടി ഒരു സന്തോഷം, അത്രയും ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അതിനായിട്ട് നമ്മൾ അടുത്തുള്ള വീട്ടുകാരെല്ലാവരും കൂടെ ജസ്റ്റ് പിരിവിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി അവരുടെ ഒരു സന്തോഷത്തിന് നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങളിട്ട എഫേർട്ട് വെറുതെ ആയില്ല, കാരണം അടിച്ചു പൊളിച്ചു ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട്. ഒരുപാട് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഇങ്ങനെ മത്സരം നടത്താനോ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ ഇത്തവണ എല്ലാവരും ഒത്തുചേർന്നു, എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഗൈസ്. വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നും വ്യത്യാസമില്ലാണ്ട് എല്ലാവരും തന്നെ ഈ ഒരു പരിപാടിക്ക് ജോയിൻ ചെയ്തു കേട്ടോ. നമുക്ക് വലിയ ഗിഫ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല, ബട്ട് നമുക്കൊരു ടൈം പാസ്, എല്ലാവരുടെ ഒരു സന്തോഷം, അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ. സോ എല്ലാവരും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. സോ നിങ്ങളുടെ അവിടുത്തെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. മതിയെ മതി കണ്ണ. കുറച്ച് സ്പീഡ് കുറച്ച് സ്പീഡ് കുറച്ച് സ്പീഡ് കുറച്ച് സ്പീഡ് കുറച്ച് സ്പീഡ്. വേറെ പാട്ടിടടാ. പതിയെ 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 പതിയെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഓണത്തിൻ്റെ വീഡിയോസ്. ബാക്കിയുള്ള ഒന്നും തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ഈ ഒരു ഓണത്തിൻ്റെ ഈ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു.
ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. പ്രോഗ്രാമിന് പാട്ടിടാനായിട്ട് എൻ്റെ ഫോണായിരുന്നു കുറേ നേരം അവിടെ കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അധികം. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ വീട്ടിൽ പോയി വലിയച്ഛനും വലിയമ്മനെ സ്റ്റേഷനിൽ നിന്ന് കൂടണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകെ തിരക്കായി പോയതുകൊണ്ടാണ് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ ബൈ.